श्रीगुरो श्रीयुतपदकमलम् श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्ता नमोस्तुते तप्तकाञ्चन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। जयतां सर्वोपंगो मम मन्दमदगति मत्सर्वस्य पदां बोधि कदाञ्चन स्मृते यस्मिन् दुष्करं सुकरं भवेत् विस्मृते विपरीतं स्यात् श्रीचैतन्यं नमामि तम्। हरे कृष्ण 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 हरे 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 राम राम हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु अभद्रेषु नित्यं भागवत सेवया भगवतीकृतमश्लोके भक्तिर्भवति नैष्टिकी मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपात्मकं वन्दे श्रीगुरुं दीनचारणं श्रीचैतन्यमीश्वरम्। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण गौरांगा नित्यानंदा गौरांगा नित्यानंदा गौरांगा नित्यानंदा गौरांगा नित्यानंदा गौरांगा नित्यानंदा। ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീല പ്രഭുപാദിന്റെ ഭഗവത്ഗീത യഥാരൂപം അധ്യായം 16 ശ്ലോകം 17 ദേവാസുര ഭാവങ്ങൾ. അപ്പൊ അത് ഒരു തവണ വായിക്കാം. ആത്മസംഭാവിത സ്തബ്ധ ധനമാന മദാന്വിതാഃ യജന്തെ നാമയജ്ഞൈസ്തേ ബ്രഹ്മോന അവിധിപൂർവകം. ആത്മസംഭാവിതാഃ സ്തബ്ധ ധനമാന മദാന്വിതാഃ യജന്തെ നാമയജ്ഞൈസ്തേ ബ്രഹ്മോന അവിധിപൂർവകം. ഹരേ കൃഷ്ണ. ആരെങ്കിലും മാതാജിമാര് പിതാജിമാരിലെ പ്രഭുക്കൾ. ആത്മസംഭാവിത സ്തബ്ധ ധനമാനമധാന്വിതാഃ യജന്തെ നാമയജ്ഞൈസ്തേ ബ്രഹ്മോന അവിധിപൂർവകം. ആത്മസംഭാവിത സ്തബ്ധ ധനമാനമദാന്വിതാഃ യജന്തെ നാമയജ്ഞൈസ്തേ ബ്രഹ്മേണ അവിധിപൂർവകം. ആത്മസംഭാവിതാഃ സ്തബ്ധ ധനമാനമദാന്വിതാഃ യജന്തെ നാമയജ്ഞൈസ്തേ ബ്രഹ്മേണ അവിധിപൂർവകം. ആത്മസംഭാവിതാ സ്തബ്ധ ധനമാനമദാന്വിതാഃ യജന്തെ നാമയജ്ഞൈസ്തേ ബ്രഹ്മേണ അവിധിപൂർവകം. ആത്മസംഭാവിതാ സ്തബ്ധ
नमानमदान्विताः यजन्ते नाम यज्ञैस्ते दम्भेन अविधिपूर्वकम् आत्मसम्भाविता स्तब्धा 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 धनमानमदान्विताः यजन्ते नाम यज्ञैस्ते दम्भेन अविधिपूर्वकम् हरे कृष्ण अപ്പൊ പദാനുപദ അർത്ഥം ശ്രീല പ്രഭുപാദ് की जय ആത്മസംഭാവിതാः സ്വയം സംപ്രീതരായി സ്തബ്ധാः സ്തബ്ധരായി ധിക്കാരികളായി ആനമാന മദാന്വിതാः ധനം നിത്യാഭിമാനം ഇവയിൽ അഹങ്കരിച്ചവരായ തേ അവർ ദംഭേന ഗർഭ കൊണ്ട് മാത്രം അതായത് ലോകത്തെ കാണിക്കാനായിട്ട് അവിധിപൂർവകം വിധിപ്രകാരമല്ലാതെ നാമയജ്ഞൈഹി പേരിന് മാത്രമുള്ള യജ്ഞങ്ങൾ കൊണ്ട് യജന്തെ യജിക്കുന്നു. വിവർത്തനം ശ്രീല പ്രഭുപാദ് की जय. നിഷേധികളും സ്വയം സംതൃപ്തരുമായി സമ്പത്ത് ദുരഭിമാനം ഇവയാൽ വ്യാമോഹിതരായി അഹങ്കാരത്തോടെ അവർ ചിലപ്പോൾ വൈദിക വിധികൾ അനുസരിക്കാതെ തന്നെ പേരിന് ചില യജ്ഞങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് की जय. ആരെങ്കിലും ഒച്ചയിൽ വായിക്കാം. ഹരേ കൃഷ്ണ. തങ്ങളാണ് എല്ലാം വേദഗ്രന്ഥങ്ങളിലെ നിബന്ധനകളെ മാണികരെയോ അനുസരിക്കാതെ അവർ ചിലപ്പോൾ പേരിൽ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കാത്ത അവർ നിഷേധികൾ വിദ്യാഭാവത്തിന്റെയും ഫലമായുണ്ടാകുന്ന വ്യാമോഹമാണ് കാരണം. അത്തരക്കാർ സന്ദർഭം വന്നാൽ ആചാര്യന്റെ വില കൈക്കൊടുത്ത് ആളുകളെ വഴിതെറ്റി മത പുനരുദ്ധാരകരും ഈശ്വരാവതാരങ്ങളോ ആയി അറിയപ്പെട്ടതും വരാം. അവർ യജ്ഞകർമ്മത്തെ കാഴ്ച വേലയാക്കി തീർക്കും. ദേവന്മാരെയോ തങ്ങൾ സ്വയം സൃഷ്ടിച്ച ഒരു ഈശ്വരനെയോ സാമാന്യ ജനങ്ങൾ ഇവരെ ഈശ്വരനെന്ന് കരുതി വാഴ്ത്തുകയും ആരാധിക്കുകയും ചെയ്യും. മൂഢന്മാർ അവരെ മതസിദ്ധാന്തങ്ങളിലും ആധ്യാത്മിക ജ്ഞാനത്തിലും ഒട്ടേറെ പുരോഗമിക്കുമെന്ന് കരുതി ആദരിക്കുന്നു. സന്യാസിമാർക്ക് വേഷം ധരിച്ചുകൊണ്ട് ഇക്കൂട്ടർ കൊള്ളരുതായ്മകളെല്ലാം കാണിക്കും. ഈ ലോകത്തെ തന്നെ ത്യജിച്ച ഒരാൾക്ക് പല നിബന്ധനകളും അനുഷ്ഠിക്കേണ്ടത്. അസുര സ്വഭാവികൾ അത്തരം വിലകുകളൊന്നും വിലവയ്ക്കാതെ തനിക്ക് വേണ്ടി വഴി താനുണ്ടാകണം. ഏവരും അവശ്യം നടക്കേണ്ടതായ മാർഗമില്ല തന്നെ എന്നാണ് അവർ കരുതുന്നത്. എല്ലാത്തരം വൈദിക വിപ്ലവമുള്ള അവരെ സൂചിപ്പിക്കുന്നു. എന്ന വാക്ക് എല്ലാത്തരം വൈദിക അവരെ സൂചിപ്പിക്കുന്നു. അവിധിപൂർവകം എന്ന വാക്ക് അജ്ഞാനത്തിന്റെയും വ്യാമത്തിന്റെയും ഫലമായിട്ടാണ് ഈ മനോഭാവം ഉണ്ടാകുന്നത്. ഹരേ കൃഷ്ണ. നമാചാര്യ പാദായ നിതായ പുസ്തകായ ഗൗരവ
ഹരേ കൃഷ്ണ. ഇതൊരു പ്രഭാഷണമല്ല, ഇന്ററാക്ഷൻ മാതിരി. അതായത് ദേവാസുര ഭാവങ്ങൾ. അപ്പൊ ഈ ശ്ലോകങ്ങളിലെല്ലാം കൂടി ഭഗവാൻ നമുക്ക് ഒരു അവസരം തരികയാണ് അവനവനെ ഒന്ന് അപഗ്രഥിക്കാനായിട്ട്. നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാതെ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ നിൽക്കുന്നു അല്ലേ? ഞാൻ വലിയ കേമനാന്ന് വിചാരിച്ചാൽ ഭഗവാൻ വിചാരിക്കും ഞാൻ വിചാരിച്ചോളൂ. ഈശ്വരനില്ലാന്ന് വിചാരിക്കുന്നവർക്ക് ഭഗവാൻ വിചാരിക്കും ഓക്കെ എന്ന് അങ്ങനെ ചിന്തിച്ചോളൂ. ഏ ധാമാം പ്രപദ്യന്തേ താം സദൈവ ഭജാമ്യഹം. നീ എൻ്റെ അടുത്ത് ഏത് രൂപത്തിൽ വരുന്നു അതിനനുസരിച്ച് ഞാൻ പെർഫെക്റ്റ് റെസിപ്രോക്കേഷൻ ആണ്. ഈശ്വരനില്ലാന്ന് വിചാരിച്ചവർക്ക് ഈശ്വരനില്ല തന്നെ അതേ അങ്ങനത്തെ ഇത് കൊടുക്കും, പൂർണ്ണമായിട്ട് മായയിലിടും. അപ്പോ ഇത് ഈ ശ്ലോകങ്ങളെല്ലാം തന്നെ നമ്മളെയൊക്കെ ഒരു ആത്മവിചിന്തനം ചെയ്യാനുള്ള ഒരു അവസരം നൽകുകയാണ്. വേറെ മായി സിറ്റുവേറ്റഡ് ഇൻ ദ ഡിവോഷണൽ സർവീസ്. എന്നെ കൊണ്ട് തന്നെ പോകാനല്ലോ അല്ലേ? അതുകൊണ്ട് ഭഗവാൻ എനിക്ക് തന്നെ ആത്മവിചിന്തനം ചെയ്യാനായിട്ട് അവസരം തന്നിരിക്കാം. വാസ്തവത്തിൽ ഞാൻ ഇതെടുക്കാൻ അർഹതയില്ല, എടുക്കാനായിട്ട് എനിക്ക് അർഹതയില്ല തന്നെ. പക്ഷേ ഗുരുപാദരുടെയും ഗുരുമാരായന്റെയും ആചാര്യ പരമ്പരയുടെയും കാരുണ്യം കൊണ്ട് ഇവിടെ ഇരിക്കാം. ഒരു ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നാലല്ലാതെ ആ വീട് പിടിച്ചാലേ ഡ്രൈവിംഗ് പിടിക്കാൻ പറ്റുള്ളൂ. അതേമാതിരി ഇവിടെ വ്യാസാസനം എന്ന് പറയാൻ പറ്റില്ല, ഇരുത്തിയിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. നത്തിങ് മോർ നത്തിങ് ലെസ്. All of you agree? എല്ലാവരും അഗ്രി ചെയ്യുന്നോ? എല്ലാവരും അഗ്രി ചെയ്യുന്നുണ്ട്. ട്രെയിനിങ് ആണ്, ട്രെയിനിങ് ഭക്ത. ഇതിൽ പോകാൻ പറയുന്നു ശാസ്ത്രവിധികളെ 16-17 അവിധിപൂർവകം. അപ്പൊ വിധി എന്താണ്? ഏ ശാസ്ത്രവിധിമുത്സൃജ്യ വർത്തതേ കാമകാരതഃ ന സ സിദ്ധിമവാപ്നോതി ന സുഖം ന പരാം ഗതിം. ഭഗവതി പറയുന്നുണ്ട്, ശാസ്ത്രവിധികളെ മാനിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ആരെല്ലാം ശരീരതലത്തിലുള്ള ആഗ്രഹങ്ങൾ നിവർത്തീകരിക്കാനായിട്ട് കാമ്യകർമ്മങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നുവോ, കാമ്യസിദ്ധിക്കായിട്ട് പ്രവർത്തിക്കുന്നുവോ, അവർക്ക് ഈഹത്തിലും പരത്തിലും സുഖം കിട്ടില്ല എന്ന് പോകാൻ പറയാം. ഈ ശാസ്ത്രവിധിമുത്സൃജ്യ വർത്തതേ കാമകാരതഃ ന സ സിദ്ധിം അവാപ്നോതി ന സുഖം ന പരാം ഗതിം തസ്മാത് ശാസ്ത്രം പ്രമാണന്തേ കാര്യകാര്യ വ്യവസ്ഥിതോ. എന്താ നമ്മുടെ കാര്യകാര്യ വ്യവസ്ഥിതോ മറന്നുപോയി. തസ്മാ ശാസ്ത്രം പ്രമാണത്തെ കാര്യകാര്യ വ്യവസ്ഥിതോ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തിം കർമ്മകർത്തിം ഇഹാർഹസി. ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തിം, ശാസ്ത്രവിധികളെ മാനിച്ചു വേണം ഈ ലോകത്ത് കർമ്മങ്ങൾ ചെയ്യാമെന്ന് പോകാൻ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ശാസ്ത്രപ്രമാണം? ഭഗവത്ഗീത എന്ന് പറയുന്നത് ആത്യന്തികമാണ്. അതെങ്ങനെ അറിയാം? ശങ്കരാചാര്യ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതം ഗീതാശാസ്ത്രം സർവവേദാർത്ഥ സാര സംഗ്രഹഭൂതം ദുർവിജ്ഞേയാർത്ഥം. അതായത് ഈ ഗീതാശാസ്ത്രം മറ്റൊക്കെ അശാസ്ത്രമാണ്, ആധുനിക ശാസ്ത്രമൊക്കെ അശാസ്ത്രമാണ്, സയൻസ് ഡാർക്ക്നെസ് ആണ്. ഈ ഗീതാശാസ്ത്രം എന്താണ്? അത് മാത്രമേ ശാസ്ത്രമായിട്ടുള്ളൂ, സ്പിരിച്വൽ സയൻസ്. മറ്റതൊക്കെ ഭൗതിക സയൻസ് ആണ്. അത് സയൻസ് അല്ല, അത് അശാസ്ത്രീയമാണ്. അപ്പോ ശങ്കരാചാര്യ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഇതം ഗീതാശാസ്ത്രം, ഈ ഗീതാശാസ്ത്രം ഉണ്ടല്ലോ, സർവവേദാന്ത സാര സംഗ്രഹഭൂതം. വേദങ്ങളിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ സംഗ്രഹിച്ചിട്ട് പിന്നെ ഒന്നും കൂടി സംഗ്രഹിച്ചതാണ് ഗീതാശാസ്ത്രം. ഇതം ഗീതാശാസ്ത്രം സർവവേദാർത്ഥ സാര സംഗ്രഹഭൂതം ദുർവിജ്ഞേയാർത്ഥം. മനസ്സിലാക്കാൻ പ്രയാസമുള്ളത്. പിന്നെ എങ്ങനെ മനസ്സിലാവും? ഡിസ്കഷൻ തുടങ്ങി കഴിഞ്ഞുട്ടോ. പിന്നെ എങ്ങനെ മനസ്സിലാവും? ശങ്കരാചാര്യ എന്താണ് അങ്ങേറ്റത് സംസ്കൃതത്തിനും വ്യാകരണത്തിനൊക്കെ അങ്ങേറ്റത്ത് തലപ്പത്ത് എത്തിയ ആത്മാവാണ്, അല്ലെങ്കിൽ ആചാര്യനാണ് ശങ്കരാചാര്യൻ. അദ്ദേഹം തന്നെ പറയാണ് ദുർവിജ്ഞേയാർത്ഥം. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്നുണ്ടോ? ശങ്കരാചാര്യക്ക് ഇത് മനസ്സിലായില്ല? മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അതെങ്ങനെ മനസ്സിലായി പിന്നെ പറയാം. അപ്പോ എന്താണിത് മനസ്സിലാക്കാൻ, എങ്ങനെ മനസ്സിലാക്കാം? അപ്പൊ ഈ വീണ് കിടക്കുന്ന ഒരു ആത്മാവിന് എങ്ങനെ ഭഗവത്ഗീത മനസ്സിലാകും? ഏവം പരമ്പരാപ്രാപ്തം ത്വം രാജർഷിയോ വിദുഃ സകാലേന ഇഹ മഹദാ യോഗോ നഷ്ടപരം തവ. അവൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഭഗവത്ഗീത മനസ്സിലാക്കണമെങ്കിൽ
ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് തുടങ്ങി ധാരം മുറിയാതെ വരുന്ന ആചാര്യ പരമ്പരയിൽ വരുന്ന ആചാര്യന്മാരെ സേവനം ചെയ്തുകൊണ്ട് താഴ്മയോടുകൂടി അറിയാനായിട്ട് അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവർ സന്തുഷ്ടരാകുമ്പോൾ ഭഗവത്ഗീത മനസ്സിലാക്കാനുള്ള ബുദ്ധി ഹൃദയത്തിൽ നിന്നും ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിതേ. എന്റെ അടുത്ത് എങ്ങനെ തിരിച്ചു വരാനുള്ള ബുദ്ധി ഹൃദയത്തിൽ നിന്ന് കൃഷ്ണൻ തരും. വേറെ വഴിയൊന്നുമില്ല. വേറെ ഒരു പയറ്റും അവിടെ നടക്കില്ല. വേറെ സംസ്കൃത പാണ്ഡിത്യം ഒന്നും അവിടെ നടക്കില്ല. ഒരു പരിപാടി നടക്കില്ല. തിരുവായിക്ക വായിക്ക. അപ്പോ എന്താ വഴി? ആചാര പരമ്പരയിൽ വരിക. ഇപ്പൊ നമ്മൾ ഏത് പരമ്പരയിലാണ്? ബ്രഹ്മമാധവ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായ പരമ്പരയിലാണ്. അപ്പൊ ശ്രീല പ്രഭുപാദർ അദ്ദേഹം ആരെയാണ് ഫോളോ ചെയ്യുന്നത്? ഭക്തി സിദ്ധാന്ത സരസ്വതി. അങ്ങനെ ഈ പരമ്പരയുടെ തുടക്കം ഏതാണ്? ചൈതന്യ മഹാപ്രഭു. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണെന്ന് ആര് മനസ്സിലാക്കുന്നുവോ അവർ ജനനമരണ ചക്രത്തിൽ നിന്ന് പുറത്തു വരുന്നു പറഞ്ഞു ബ്രഹ്മദേവൻ പിപ്പലാദനോട് പറയുന്നുണ്ട്. അഥർവവേദത്തിൽ ബ്രഹ്മദേവൻ പിപ്പലാദനോട് പറയുന്നുണ്ട്, ശ്രീ ചൈതന്യ മഹാപ്രഭു ഏതാണ്ട് 537 വർഷങ്ങൾക്ക് മുമ്പ് AD 1486 ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ രാധാഭാവത്തിൽ അവതരിച്ചു. ഇങ്ങനെ കലിയുഗ ധർമ്മമായ ഹരേ കൃഷ്ണ മന്ത്രം ഭഗവാൻ ഇനാഗുറേറ്റ് ചെയ്തു. ഭഗവാൻ തന്നെയാണെന്ന് ആരും മനസ്സിലാക്കുന്നു, കൃഷ്ണൻ തന്നെയാണെന്ന് ആരും മനസ്സിലാക്കുന്നു. ജസ്റ്റ് ബൈ നോയിങ് ദിസ് ജന്മമരണങ്ങൾ പുറത്തു വരുന്ന വാക്ക് തന്നിരിക്കുകയാണ്. അപ്പൊ അത്ര എളുപ്പമല്ലേ? ഇതെങ്ങനെ വരണം? സത്സംഗത്തിൽ വന്ന്. ഏതെങ്കിലും സത്സംഗം പോരാ. സത്സംഗത്തിന്റെ ലക്ഷണം എന്താണ്? എത്രയോ സത്സംഗങ്ങൾ ലോകത്തിൽ നടക്കുന്നുണ്ട്. അമ്പലങ്ങളിലൊക്കെ സത്സംഗം എന്ന് പറയുന്നുണ്ട്. എന്നാണ് സത്സംഗം? അതെ, അതായത് ആ സത്സംഗത്തിൽ വന്നു കഴിഞ്ഞാൽ ജന്മത്തിന്റെ ഉദ്ദേശം എന്താണ്, മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യം എന്താണ്, അതെങ്ങനെ സാക്ഷാത്കരിക്കാം എന്നുള്ള അറിവ് പകർന്നു തരാത്ത സത്സംഗങ്ങൾ ശരിക്ക് സത്സംഗങ്ങളാണോ? അല്ല. ഇപ്പൊ നമ്മളൊക്കെ അറിയാതെ വ്യത്യാസം. അങ്ങനെ നമ്മള് ബ്രഹ്മദേ കോന ഭാഗ്യവാൻ ജീവ ഗുരുകൃഷ്ണ പ്രസാദേ പായ ഭക്തിലതാ ബീജ. അങ്ങനെ കോടാനുകോടി ജീവരാശികൾ ഇങ്ങനെ ബ്രഹ്മാണ്ടങ്ങളിൽ ലക്ഷ്യമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അതിൽ കുറച്ചു പേർക്ക് നമ്മളമാര് മഹാഭാഗ്യവാന്മാർക്ക് ചെറുതായിട്ടൊരു കണക്ഷൻ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഉപകാരത്തെ കാറ്റിനെ കൊണ്ട് ചെറിയൊരു കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാം മഹാഭാഗ്യവാന്മാരാണ്. വലിയൊരു നിധി നമുക്ക് അങ്ങനെ ഒരു താലത്തിലോ പ്ലേറ്റിലോ എടുത്ത് തന്നിരിക്കുകയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് ഷോഡശകം നാംനാം കലി കൽമഷനാശനം നാദ പരതരോപായ സർവവേദേഷു ദൃശ്യതേ. ബ്രഹ്മദേവൻ പറയാണ് നാരദ മഹർഷിയോട്, വേദങ്ങൾ മുഴുവൻ അരിക്കി പറിച്ചാലും ഈ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രത്തിനു തുല്യമായിട്ടോ ഉപരിയായിട്ടോ ലോകത്തിൽ വേറെ ഒന്നുമില്ല. അതെങ്ങനെയാ? അത് കൃഷ്ണ രാമ എന്നുള്ള ശബ്ദങ്ങൾ ഭൗതിക ശബ്ദങ്ങളല്ലേ? പട്ടി പൂച്ച ചക്ക മാങ്ങ എന്ന് പറയുന്ന പോലെ ശബ്ദങ്ങളല്ലേ അത്? ആരും ചോദിച്ചാൽ എന്ത് പറയും? നമുക്ക് പലരോടും ഇനി മീറ്റ് ചെയ്യാനുണ്ടല്ലോ. ഇവിടുത്തെ കേരളത്തിൽ പ്രത്യേകിച്ചും നമുക്കറിയാം, എല്ലാത്തിനെയും ചലഞ്ച് ചെയ്യുന്നവരാണ്. നിരീശ്വരവാദികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ കൃഷ്ണാരാമ എന്നൊക്കെ പറയണം, അത് പട്ടി പൂച്ച ചക്ക മാങ്ങ തേങ്ങ എന്നൊക്കെ പറയണ മാതിരി ഭൗതിക ശബ്ദമല്ലേ? നിങ്ങൾ വെറുതെ അറ്റ്ലീസ്റ്റ് വി ഷുഡ് ബി നമ്മൾ ക്ലിയർ ആയിരിക്കും. അവർക്ക് ചിലപ്പോൾ പറഞ്ഞു മനസ്സിലാക്കാൻ ഒക്കെ ഇല്ല. കാരണം കൃഷ്ണൻ അനുവദിച്ചാലേ അവർക്ക് ഇത് മനസ്സിലാവുള്ളൂ. അത് വേറെ കാര്യം. പക്ഷെ നമുക്ക് ക്ലിയർ ആയിരിക്കണ്ടേ? എന്തുകൊണ്ടാണ് ഈ കൃഷ്ണ രാമ എന്നുള്ള ശബ്ദങ്ങൾ ആധ്യാത്മിക ശബ്ദങ്ങളായത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ശബ്ദത്തിന്റെ പ്രത്യേകത? ഭഗവാന്റെ നാമം എന്ന് പറഞ്ഞാൽ ശരിയാണ്, എന്നാലും മറിച്ചോരം ചോദിക്കാണ്. അതൊക്കെ അതെങ്ങനെ വന്നു? ഓക്കെ, അത് ഞാൻ മാതായി പറഞ്ഞ് സമ്മതിച്ചു. സാധാരണ ഇവിടെ ഉള്ള ഒരു നമ്മൾ തെരഞ്ഞെടുക്കണം അല്ലേ? മന്ത്രിമാരെയും എന്താണ് പ്രൈം മിനിസ്റ്റർ തെരഞ്ഞെടുക്കുന്നുണ്ട്, പ്രസിഡന്റൊക്കെ തെരഞ്ഞെടുക്കണം. സാധാരണ ഒരു കടലാസ്, ആ കടലാസിൽ ഇതിന് മൂല്യം 1000 രൂപ എന്ന് അവർ ചാപ്പാ കുട്ടി കഴിഞ്ഞാൽ 1000 രൂപയുടെ മൂല്യമായി അല്ലേ? വെറുതെ സാധാരണ കടലാസാണ്. അതിൽ 1000 അല്ലെങ്കിൽ വലിയൊരു 25 ലക്ഷം രൂപ എന്ന് പറഞ്ഞ് ഗവൺമെന്റിൽ നിന്ന് പ്രത്യേക ഒരു എന്താ നോട്ട് തരുമല്ലോ ബാങ്കിൽ നിന്ന്. ആ നോട്ടിന്റെ പേരെന്താണ്? ബാങ്കിൽ ആർക്കും അറിയാം. പണ്ട് ഒറ്റ ചെറിയ വലിയ എമൗണ്ട് ആണെങ്കിലേ
വലിയൊരു ഇത് തരും. പേര് പലതിൽ എഴുതാനൊക്കെ ഉള്ളൂ. അപ്പോൾ പ്രോമിസറി എന്തോ പോട്ടെ, പ്രോമിസറി നോട്ട് അല്ലേ, അങ്ങനെ എങ്ങാണ്ടാണ്, അങ്ങനെയാണ്. അപ്പോ ഇവിടെ സാധാരണ ഒരു മനുഷ്യന് ഒരു കടലാസിനെ 10 കോടി രൂപ വില മൂല്യമുള്ളതാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്ത സാധാരണ മനുഷ്യരാണ്. അപ്പൊ കൃഷ്ണനോ അദ്ദേഹത്തിന്റെ തിരുനാമത്തില് ഫുൾ പൊട്ടൻസി കൊടുത്തിരിക്കുകയാണ്. അതെങ്ങനെ വന്നു? ഞാൻ പറയാം. ഞാനിങ്ങനെ ഓരോന്ന് കിടന്ന് ആലോചിക്കുവേ, അല്ലയോ ഭഗവാനെ, ആരെങ്കിലും ചോദിച്ചാൽ എന്താ ആൻസർ കൊടുത്തു? ഞാൻ ആ പാട് ആപ്പിലാവില്ല, ഭഗവാൻ രക്ഷിക്കണേ. കുറെ കാലം കഴിഞ്ഞ് പ്രഭുപാദിന്റെ പുസ്തകങ്ങൾ വായിച്ചതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും അകത്തുനിന്ന് ഭഗവാൻ പറഞ്ഞു തരും. മതി ഭഗവാൻ, എനിക്ക് വേറെ ഒന്നും അറിയില്ല, ഇതൊന്നും അറിയില്ല, എനിക്ക് മതി, എന്റെ വിശ്വാസം കൂട്ടാനായിട്ട് അത് മതി. അപ്പൊ അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോ കിട്ടിയതാണ് നമ്മുടെ ഗർഗാചാര്യൻ. അതായത് വസുദേവര് ഉണ്ണിക്കണ്ണനെ കൊണ്ട് യമുനാ നദി കടന്നു. അത് കഴിഞ്ഞ് നാമകരണം ജാതകർമ്മത്തായിട്ട് യാദവകുല ആചാര്യനായ ഗർഗാചാര്യന്റെ അടുത്ത് കൊണ്ടുപോയി വിവരങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ അർദ്ധരാത്രി ജനിച്ചു, അത് കഴിഞ്ഞ് പിന്നെ ആദ്യം വിഷ്ണുവായിട്ട് കാണിച്ചു തന്നു, പിന്നെ ഇങ്ങനെ പുണ്യായി, അത് കഴിഞ്ഞ് ജയിലിലെ ബന്ധനങ്ങളൊക്കെ അകന്നു. ഞാൻ വന്ന സമയത്ത് യമുനാ നദി മാറിക്കൊടുത്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോ ഗർഗാചാര്യർ നാരായണത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഹൃദ്ഗത ഹോരാ തത്വത എന്ന് വെച്ചാൽ ജ്യോതിശാസ്ത്രം ഹൃദയസ്ഥമായ മഹാത്മാവാണ് ആര്? ഗർഗാചാര്യർ. ഒന്നാമത് കൃഷ്ണൻ ഭഗവാൻ ജനിക്കുന്ന കുലത്തിലെ, കൃഷ്ണൻ ജനിച്ച കുലത്തിന്റെ ആചാര്യനായിട്ട് വരാനായിട്ട് എത്ര സുഹൃതം ചെയ്തിരിക്കുന്ന മഹാത്മാവല്ലേ, ആലോചിച്ചു. അപ്പോ അങ്ങനെ മടിയില് ഉണ്ണിയെ കിടത്തി. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ നക്ഷത്രങ്ങളുടെ ഒക്കെ പൊസിഷനെ വെച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് സാധാരണ കുട്ടിയല്ല, ഭഗവാൻ തന്നെയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം അദ്ദേഹം ആ പൊസിഷനിൽ ഇരിക്കുകയാണ്. ഇത് കാണിച്ചപ്പോൾ അദ്ദേഹം കോരിത്തരിച്ചു പോയി. മടിയിലിരിക്കുന്ന കണ്ണനും ഹൃദയത്തിലിരിക്കുന്ന കണ്ണനും കൂടി അദ്ദേഹത്തിനെ അങ്ങ് ആകർഷിച്ചു കഴിഞ്ഞു. അദ്ദേഹം അബോധാവസ്ഥയിലേക്ക് അങ്ങ് പോയി. സ്പിരിച്വൽ എക്സ്റ്റസി, അബോധമല്ല, സ്പിരിച്വൽ എക്സ്റ്റസിലേക്ക് പോയി. അറിയാതെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് കൃഷ്ണ എന്ന് നാമകരണം ചെയ്തു. അറിയാതെ തന്നെ അദ്ദേഹം കൃഷ്ണ എന്ന് വിളിച്ചു. അദ്ദേഹമല്ല വിളിച്ചത്, മടിയിലിരിക്കുന്ന കണ്ണനും ഹൃദയത്തിലിരിക്കുന്ന കണ്ണൻ. കാരണം പരിശുദ്ധ ഭക്തന്മാരുടെ ഹൃദയത്തിൽ കൃഷ്ണനായിട്ടും മറ്റ് എനമാരിലുള്ളവരുടെ ഹൃദയത്തിൽ പരമാത്മാവായിട്ടാണ് കൃഷ്ണൻ കുടികൊള്ളുന്നത്. അപ്പൊ പരിശുദ്ധ ഭക്തന്മാരുടെ ഹൃദയത്തിൽ കൃഷ്ണനായിട്ട് തന്നെ ഇരിക്കും. പക്ഷെ പരമാത്മാവിനെ പ്രാർത്ഥിക്കുന്നവർക്ക് യോഗികളുടെ ഹൃദയത്തില് ചതുർഭുജധാരിയായ ക്ഷീരോദകശായ വിഷ്ണുവായിട്ടിരിക്കും. അങ്ങനെ അറിയാതെ വിളിച്ചതാണ്. അപ്പൊ ആ വിളിക്കാനുള്ള പ്രവരണ കൃഷ്ണൻ ചിരിച്ചു കാണിച്ചപ്പോഴത്തേക്കും ആരാണ് പറഞ്ഞ്? യാദവത്തിന്റെ ആചാര്യര് ഗർഗാചാര്യർ ഈ ലോകത്തൊക്കെ മറന്നു, കംപ്ലീറ്റ് മറന്ന് എന്താണ് ആനന്ദാനുഭൂതിയിൽ പൂർണ്ണനായിട്ട് നിമഗ്നായിട്ട് അറിയാതെ കൃഷ്ണ എന്ന് വിളിച്ചു പോയി. അകത്തിരിക്കാൻ മടിയിലിരിക്കുന്ന കൃഷ്ണനും ഹൃദയത്തിലിരിക്കുന്ന കൃഷ്ണൻ ഒരാളാണ്. അങ്ങനെ അപ്പൊ കൃഷ്ണനാമത്തിന്റെ ഉത്ഭവം എവിടെയാണ്? കൃഷ്ണൻ തന്നെ. സോ ദാറ്റ് ഈസ് വൈ കൃഷ്ണനാമം ഈസ് സ്പിരിച്വൽ. കാരണം കൃഷ്ണനെ സംബന്ധിച്ചതെല്ലാം ഇത് നമുക്ക് മനസ്സിലാക്കാം, പക്ഷെ ഔട്ട്സൈഡ് പീപ്പിൾ മേ നോട്ട് അണ്ടർസ്റ്റാൻഡ്. അതുപോലെ രാമനാമത്തിന്റെ ഉത്ഭവം അങ്ങനെ തന്നെ. എന്താണ് ചക്രവർത്തിയുടെ പേരെന്താണ്? എനിക്കിതൊക്കെ പറഞ്ഞു. ദശരഥ മഹാരാജാവിന്റെ ആസ്ഥാന ഗുരുവാണ്, കുലഗുരു ആരാണ്? വസിഷ്ഠരും ഇങ്ങനെ യജ്ഞം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ണിയുണ്ടായി അവസാനം മടിയിൽ വെച്ച് അദ്ദേഹമാണ് നാമകരണം ചെയ്തത്. അപ്പൊ രാമാന്ന് വിളിക്കാനുള്ള ഉൾപ്രേരണ നൽകിയത് ആരാണ്? മടിയിലിരിക്കുന്ന രാമനാണ്. അതുകൊണ്ടാണ് രാമനാമത്തിനും കൃഷ്ണനാമത്തിനും ആത്യന്തികമായ മഹത്വം, മഹാമന്ത്രം. ഇപ്പോ പിന്നെ വിഷ്ണു സഹസ്രനാമത്തിൽ കുറേയധികം നാമങ്ങളുണ്ടല്ലോ അല്ലെ? 1000 നാമങ്ങളാണല്ലോ വിഷ്ണു സഹസ്രനാമം. ഇപ്പൊ നമുക്കറിയാം, വിഷ്ണു സഹസ്രനാമത്തില് ശിവൻ, സാക്ഷാൽ ശിവൻ, ശിവഭഗവാൻ പാർവതി ദേവിയോട് പറയാണ് എന്താണ് സഹസ്രനാമ തുല്യം. അതിന്റെ ആദ്യം എന്താണ്? ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം ശ്രീരാമനാമവരാനനെ ശ്രീരാമനാമവരാനനോം നമ ഇതി. അതായത് 1000 വിഷ്ണുവിന്റെ നാമങ്ങൾ ജപിക്കുന്നത് തുല്യമാണ് ഒരു തവണ രാമ എന്ന് പറയുന്നത്. അതെന്താ അങ്ങനെ? കാരണം
വിഷ്ണു സഹസ്രനാമത്തിലെ അധികം നാമങ്ങളും ദ്വിതീയ നാമങ്ങളാണ്. ഈ പ്രപഞ്ച സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നാമങ്ങൾ. വിഷ്ണു തന്നെ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു ആണല്ലോ ഈ സൃഷ്ടിയുടെ പുറകിലിരിക്കണം. അതെവിടെ കൊടുത്തിരിക്കണം? യസ്യൈകനിശ്വസിതകാലമധാവലംബ്യ ജീവന്തി ലോമവിലജാ ജഗദണ്ഡനാഥ വിഷ്ണുർമഹാൻ സയ്യസ്യ കലാവിശേഷോ ഗോവിന്ദമാദി പുരുഷം സമഹം ഭജാമി. അപ്പോ ഗോവിന്ദന്റെ ഒരു കലയാണ്, കലാവതാരമാണ് മഹാവിഷ്ണു. ആ മഹാവിഷ്ണുവിന്റെ രോമകൂപങ്ങളിൽ നിന്നാണ് ബ്രഹ്മാണ്ടങ്ങൾ ഇങ്ങനെ ഉണ്ടാവുന്നത്. അപ്പൊ ഇത് അങ്ങനെ 3 വിഷ്ണുക്കൾ ഉണ്ടെന്ന് ആര് മനസ്സിലാക്കുന്നുവോ അവർ ജന്മമരണ ചക്രത്തിൽ നിന്ന് പുറത്തു വരുന്നു പറഞ്ഞ് ഭാഗവത്തിലുണ്ട്. ആ ശ്ലോകം എനിക്ക് ഓർമ്മയില്ല, മറന്നുപോയി. അതായത് മഹാവിഷ്ണുവാണ് തുടക്കം, കാരണോദകശായ വിഷ്ണു, ഗർഭോദകശായ വിഷ്ണു, ക്ഷീരോദകശായ വിഷ്ണു, ഇങ്ങനെ 3 വിഷ്ണുക്കൾ ഉണ്ട് സൃഷ്ടിയുടെ പിറകിൽ എന്ന് ആര് മനസ്സിലാക്കുന്നുവോ അവർ ജന്മമരണ ചക്രത്തിൽ നിന്ന് പുറത്തു വരുന്നു പറഞ്ഞ് ഭാഗവത്തിൽ ശ്ലോകമുണ്ട്. ഞാൻ പഠിക്കാൻ ശ്രമിച്ചു മറന്നു പോകുന്നു. റെഫർ ചെയ്യാം. ഇതൊക്കെയാണ് എൻ്റെ. അപ്പോ മഹാവിഷ്ണു പോലും അവരുടെ കലയാണ്, ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു കല മാത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? ഞാൻ പറഞ്ഞു വന്നത് 1000 നാമങ്ങൾ. കറക്റ്റ്, താങ്ക് യു. 1000 നാമങ്ങളിൽ അപ്പോ അധികം നാമങ്ങളും ഓം വിശ്വം വിഷ്ണു വഷട്കാരോ. വിശ്വം എന്ന് പറഞ്ഞാൽ ഭൗതികമായിപ്പോയി. വഷട്കാരോ അതായത് ചൊൽപ്പടിക്ക് നിർത്തുന്നവൻ, അങ്ങനെ ആസുരനെ കൊന്നു, ഈ അസുരനെ കൊന്നു, കുറേ കാര്യങ്ങൾ അതിലുണ്ട്. വിഷ്ണു സഹസ്രനാമത്തിലെ അധികം നാമങ്ങളും ഈ ഭൗതിക സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായതിനാൽ അവയ്ക്ക് സെക്കൻഡറി പൊട്ടൻസിയാണ്. അവർക്ക് സെക്കൻഡറി പൊട്ടൻസിയാണ്. അതേസമയം ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള നാമങ്ങൾക്ക് പ്രൈമറി പൊട്ടൻസിയാണ്. യശോദ നന്ദന, നന്ദനന്ദന, യദുകുല തിലക, അങ്ങനെ കുറെ ഉണ്ടല്ലോ. രാധാവല്ലഭ. ആ നാമങ്ങള് ഭഗവാന്റെ നേരിട്ടുള്ള ലീലയുമായിട്ട് ബന്ധപ്പെട്ടതിനാൽ പ്രൈമറി നെയിംസ് ആണ്. അങ്ങനെ പ്രൈമറി നെയിംസ് ജപിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജന്മമരണ ചക്രത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റൂ. ദ്വിതീയ നാമങ്ങൾ ജപിച്ചാൽ ബെസ്റ്റ് ആവില്ല, ഭൗതികമായ ഉയർച്ച കിട്ടും. അപ്പൊ നമുക്ക് വേണ്ടത് ഭൗതികമായ ഉയർച്ചയാണോ, ജന്മമരണങ്ങളിൽ നിന്ന് പുറത്തു വന്ന് ഭഗവത് സാമത്തിലേക്ക് പോകണോ? അതുകൂടി വേണ്ട, നമുക്കിവിടെ ഭഗവത്സാനം ചെയ്താൽ മതി, സെയിം ആണ്. എവിടെ ഇരുന്നാലും വിഷ്ണുലോകം എന്ന് പറയുന്ന മാതിരി നമുക്ക് ഇവിടെ തന്നെ മതി. അവിടെ ചെയ്യുന്ന കാര്യം പ്രഭുപാദർ ഇവിടെ ട്രെയിനിങ് തരികയാണ്. നമുക്ക് ആധ്യാത്മത്തിൽ ചെല്ലുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇവിടെ തന്നെ പ്രഭുപാദർ ട്രെയിനിങ് തരികയാണ്. ഭക്തിയുടെ സേവനം എന്ത് കാരുണ്യമാണെന്ന് നോക്കൂല്ലേ. അത്ര സങ്കീർണമായ കാര്യങ്ങൾ സുലഭമായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ് പ്രഭുപാദർ. പ്രഭുപാദ് പ്രഭുപാദർ എത്ര പറഞ്ഞാലും നമുക്ക് ആലോചിച്ച് നോക്കുമ്പോഴേ മനസ്സിലാക്കേ. അപ്പോ വിഷ്ണു സഹസ്രനാമത്തിൽ അധികം നാമങ്ങളും ദ്വിതീയ നാമങ്ങളായതിനാൽ അത് പ്രപഞ്ചവുമായിട്ട് സ്പർശിച്ചിട്ടുള്ളതിനാൽ അതിന്റെ പൊട്ടൻസി കുറവാണ്, ദ്വിതീയ നാമങ്ങളാണ്. മറ്റേതെല്ലാം പ്രൈമറി നാമങ്ങൾ. കൃഷ്ണ രാമ എന്നുള്ള നാമങ്ങൾ പ്രൈമറി നാമങ്ങളാണ്. അതുകൊണ്ടാണ് ശിവഭഗവാൻ പാർവതിയോട് പറയണത് എന്താണ്? പറഞ്ഞു, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം ശ്രീരാമനാമവരാനനെ ശ്രീരാമനാമവരാനനോം നമൈതി. അപ്പോ സഹസ്രനാമത്തിന്റെ 1000 നാമങ്ങൾ ജപിക്കുന്നത് തുല്യമാണ് ഒരു തവണ രാമ എന്ന് ജപിക്കണം. പിന്നെ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ ശ്ലോകം എനിക്ക് ഓർമ്മയില്ല, പഠിക്കാനായിട്ട് പറ്റുന്നില്ല, വയസ്സായില്ലേ, ഓർമ്മ നിൽക്കുന്നില്ല. അപ്പൊ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് 3 തവണ രാമ എന്ന് ജപിക്കുന്നതിന് തുല്യമാണ് ഒരു തവണ കൃഷ്ണ എന്ന് ജപിക്കണം. 3 തവണ രാമ എന്ന് ജപിക്കുന്നതിന് തുല്യമാണ് ഒരു തവണ കൃഷ്ണ എന്ന് ജപിക്കണത്. അതെന്താ അങ്ങനെ പറഞ്ഞിരിക്കണേ എന്ന് പ്രഭുപാദരുടെ പുസ്തകങ്ങൾ ഇങ്ങനെ വായിച്ചു പോയപ്പോഴത്തേക്ക് അതിന് അർത്ഥം കിട്ടി. പറയാം. രാമനാമത്തിന്റെ അർത്ഥം എന്താണ്? രമയതി ഇത് രാമ. നമുക്ക് ആത്മീയ ആനന്ദം തരുന്നവൻ. മനോരമയുടെ രമയല്ല, നമുക്ക് ആത്മീയ ആനന്ദം തരുന്നവനാണ് രാമൻ. ആ ശ്ലോകം മറന്നു പോട്ടെ. ഇപ്പൊ കൃഷ്ണ ശബ്ദമോ, അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ വിസ്തരണം കർഷതി ഇത് കൃഷ്ണ, ആകർഷിക്കുന്നവൻ അല്ലേ? അപ്പോ ആത്മീയ ആനന്ദം തരുന്ന ആളോട് നമുക്ക് ആകർഷണം ഉണ്ടാവില്ലേ? അതായത് രാമനാമത്തിന്റെ അന്തരാർത്ഥം കൃഷ്ണ ശബ്ദത്തിലുണ്ട്. കൃഷ്ണശബ്ദത്തിന്റെ അന്തരാർത്ഥം പൂർണ്ണമായിട്ട് രാമനാമം എന്ന് വെച്ചാൽ രാമൻ കുറച്ച് കാണരുതേ, നമുക്ക് അബദ്ധമായി പോകും. അതുകൊണ്ടാണ് കൃഷ്ണനാമം ഈസ് എ സുപ്രീം നെയിം. പ്ലസ് ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ് ഫ്രം ദി സുപ്രീം ലോർഡ്. ഭഗവാന്റെ പരിപൂർണ തമസാക്ഷാത് ശ്രീകൃഷ്ണോ ഭഗവാൻ സ്വയം അനന്ത ബ്രഹ്മാണ്ഡപദ ഗോലോകധാംനെ വിരാജതി.
ഗർഗസംഹിത. പരിപൂർണതമ സാക്ഷാത് ശ്രീകൃഷ്ണോ ഭഗവാൻ സ്വയം അനന്ത ബ്രഹ്മാണ്ഡപതിർ ഗോലോകധാമ്യേ വിരാജതി. അഡ്രസ് സഹിതം പറഞ്ഞിരിക്കുകയാണ്. ഗോലോകത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ വിരാജിച്ചതെന്ന്. പരിപൂർണതമം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണം, പൂർണ്ണതരം, പൂർണ്ണതമം. പരിപൂർണം, പരിപൂർണതരം, പരിപൂർണതമം. അതിന് മേലൊന്നുമില്ല. അപ്പൊ പരിപൂർണതമ സാക്ഷാത് ശ്രീകൃഷ്ണോ ഭഗവാൻ സ്വയം. സ്വയം ഭഗവാൻ. സ്വയം ഭഗവാൻ എന്ന് പറഞ്ഞ കാരണം എന്താണ്? എന്റെ അർത്ഥം എന്താണ്? സപ്താഹം വായിക്കണമെങ്കിൽ ഇത് അറിയില്ല കേട്ടോ. അത് പോട്ടെ, എന്റെ ആ ടോപ്പിക് ഇപ്പൊ ഡിസ്കസ് ചെയ്യണ്ട. സ്വയം ഭഗവാൻ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? വേറെയും സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണത്? ഭാഗവത്തില് ഏതേ ചാംശകലാപം സഹ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. സ്വയം ഭഗവാൻ എന്ന് വെച്ച അർത്ഥം എന്താണ്? എന്റെ അർത്ഥം അല്ല അല്ല അല്ല, ഡയറക്റ്റ് അർത്ഥം പ്രഭു സ്വയം ഭഗവാൻ. ഞാൻ പറയാം. അതായത് നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സ്വയം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയതാണോ? അല്ല. പെർമനന്റ് ആയിട്ട് അവിടെ തുടരാനൊക്കോ? കൃഷ്ണൻ അങ്ങനെയല്ല. ഭഗവാനായിട്ട് അദ്ദേഹത്തിനെ ആരും നിയോഗിച്ചതല്ല, അപ്പോയിന്റ് ചെയ്തതല്ല. അപ്പോ സ്വയം ഭഗവാനാണ് അദ്ദേഹം. സ്വയം ഭഗവാൻ അദ്ദേഹം മാത്രമാണ്. അപ്പൊ ശ്രീമദ് ഭാഗവതത്തിന്റെ തുടക്കത്തില് ആദ്യത്തെ ശ്ലോകത്തിലെ ജന്മാദസ്യ ഏതോ അന്വയാത്, അതിൽ 2 വാക്കുകൾ എല്ലാം ശ്രദ്ധേയമാണെങ്കിലും 2 വാക്കുകൾ ഈ അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അഭിജ്ഞ സ്വരാട്. 2 വാക്കുകളുണ്ട്. അഭിജ്ഞ, സ്വരാട്. അഭിജ്ഞ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? പൂർണ്ണപ്രജ്ഞൻ, പൂർണ്ണപ്രജ്ഞൻ. സ്വരാടോ പരിപൂർണ സ്വതന്ത്രൻ. ബാക്കിയെല്ലാം അദ്ദേഹത്തിന്റെ തന്ത്രത്തിന്റെ കീഴിലാണ്. അദ്ദേഹം മാത്രമേ സ്വതന്ത്രനായിട്ടു. അദ്ദേഹം മാത്രമേ സ്വതന്ത്രനായിട്ടുള്ളൂ. അങ്ങനെ സ്വയം ഭഗവാനായിട്ട് കൃഷ്ണൻ മാത്രമാണ്. അദ്ദേഹത്തിനെ ആരും അപ്പോയിന്റ്മെന്റ് ചെയ്തതല്ല. നാരായണീയത്തില് ആദ്യത്തെ ദശകത്തിലെ 9ാമത്തെ ശ്ലോകം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ പുരസ്യാദ് അഖില വിദർശന ക്വാപിതേ സംഘവാർത്ത തദ്വാതാകാരവാസൻ മുരഹര ഭഗവത് ശബ്ദ മുഖ്യാശ്രയോസി. ഭയങ്കര ശ്ലോകമാണ്. എന്റെ അടുത്തൊരു 40 വർഷം മുമ്പ് ഗുരുവായൂർ ചെന്ന സമയത്ത് ഒരു മേടിച്ചായിരുന്നു, ഒരു വനമാല പബ്ലിക്കേഷന്റെ നാരായണീയം മേടിച്ചായിരുന്നു. അപ്പൊ അതിൽ ഈ ശ്ലോകത്തിന് അർത്ഥം കൊടുത്തിരിക്കണം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം. ശ്രീ ശങ്കരൻ തുടങ്ങിയവരെ പോലും വിശേഷണം നിയമിക്കുന്നതിനുള്ള സ്വാമിത്വം ആർക്കാണ്? ഗുരുവായൂരപ്പന്. ആ പുസ്തകത്തിന്റെ അടുത്തുനിന്ന് പോയി ഒരു 4 വർഷം മുമ്പ് വേറെ പുസ്തകം മേടിച്ചു. അതില് ശ്രീ പരമേശ്വരൻ തുടങ്ങിയ പോലും ആയി. മനസ്സിലായോ അല്ലേ? അതില് ഇത് ഏതോ പണ്ഡിതന്മാരെ എഴുതിയാണ്. ശ്രീ പരമേശ്വരൻ തുടങ്ങിയവരെ പോലും ചൊൽപ്പടിക്ക് നിർത്താനുള്ള സ്വാമിത്വം അവർക്കറിയില്ല പരമേശ്വരൻ കൃഷ്ണന്ന്. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. ഈശ്വര എന്നുള്ള വാക്കിന്റെ അർത്ഥം കൺട്രോളർ. ജഗദീശ്വരൻ അല്ല, കോടീശ്വരൻ എന്ന് വെച്ചാൽ അതിന്റെ വാക്കിന്റെ അർത്ഥം കോടി സ്വത്തിന്റെ അധിപതി, അതിന്റെ ഉടമസ്ഥനും അതിനെ ഭരിക്കണവനും. ഇപ്പൊ ജഗദീശ്വരൻ എന്ന് വെച്ചാലോ അതിന്റെ ഉടമസ്ഥനും അതിനെ ഭരിക്കണവനും ആരാണത്? ഭഗവാനാണ്. കാരണം ഈശ്വര പരമകൃഷ്ണ. അപ്പൊ പരമശിവനും ഈ പരമേശ്വരൻ നമ്മളെ അർത്ഥം വ്യത്യാസമുണ്ട് അല്ലേ? പരമശിവന്റെ അർത്ഥം വേറെ, പരമേശ്വരന്റെ അർത്ഥം വേറെ. പരമേശ്വരൻ എന്ന് വെച്ചാൽ പരമനിയന്താവ്, പരമശിവൻ എന്ന് വെച്ചാൽ പരമമായ മംഗളകാരി. 2 അർത്ഥം വരെയാണ്. അത് അറിയാതെയാണ് അവര് ഈ ഐശ്വര്യം ശങ്കരാദീശ്വരം ശ്രീ ശങ്കരൻ തുടങ്ങിയ എന്ന് പറഞ്ഞവരും ശ്രീ പരമേശ്വരൻ നാക്കി പോയില്ലേ? അതിന്റെ അവസാനത്തെ വഴി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഭഗവത് ശബ്ദ മുഖ്യാശ്രയോസി. ഭഗവാനുള്ള ശബ്ദം മൂലം ആശ്രയിച്ചിരിക്കുന്നത് അത് ഭയങ്കരമാണ്. വായിച്ചപ്പോഴേ ഫീലിംഗ് ആയി. കൃഷ്ണൻ എന്നുള്ള ശബ്ദം പോലും കൃഷ്ണനാണ് ആശ്രയിച്ചിരിക്കുന്നത്. അത്ര ഗംഭീരമാണ്. ലോകത്തിൽ സർവത്രയും എന്താണ് ചലിക്കണമെങ്കിൽ കൃഷ്ണൻ. അതുകൊണ്ട് നമ്മൾ ഭാഗ്യവാന്മാരാണ്. കൃഷ്ണനെ തിരിച്ചറിയാത്ര എളുപ്പമല്ല. പിന്നെ എങ്ങനെ തിരിച്ചറിയാം? പരമ്പരാപ്രാപ്തം. ചൈതന്യ മഹാപ്രഭുവിന്റെ പരമ്പരയിൽ വരുന്ന കൃഷ്ണൻ തന്നെ, ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ രാധാഭാവത്തില്
നമ്മളെയൊക്കെ രക്ഷിക്കാനായിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ഇനാഗുറേറ്റ് ചെയ്യാനായിട്ട് 527-28 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഭഗവാൻ അവതരിച്ചു. അപ്പോൾ നമ്മൾ വേദാന്ത രഹസ്യം നമുക്ക് പ്രഭുപാദരുടെ കാരുണ്യം കൊണ്ടും അദ്ദേഹത്തിനെ പിന്തുടരുന്ന ഗുരുക്കന്മാരുടെ കാരുണ്യം കൊണ്ടും നമുക്ക് ഒരു എന്താണ് പ്രയാസമില്ലാതെ നമുക്ക് തന്നിരിക്കാം. കാരണം നമ്മളെല്ലാവരും ആശയക്കുഴപ്പത്തിലാണ് ആയിരുന്നു. ഇപ്പൊ കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകണം, ഇനി എന്താ ഇതിനൊക്കെ എന്താ അർത്ഥം. കാരണം ഞാനൊരു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 6, 7 തോന്നുന്നു 3 മരണങ്ങൾ അടുപ്പിച്ചുണ്ടായി. എൻ്റെ ഗ്രാൻഡ് മദർ മരിച്ചുപോയി. ഗ്രാൻഡ് മദറുടെ ഒറ്റ മോളേ ഉള്ളൂ. പിന്നെ ആൺമക്കൾ പറയുന്നുണ്ട്. ഒറ്റ മോളുടെ മോൻ ഗണപതി എന്ന് പറയും. അദ്ദേഹം അമ്മയ്ക്ക് നാട്ടില് പച്ചമരുന്ന് പറിക്കാനായി വന്നപ്പോൾ ഏതോ കോടാലിയോ വാക്കത്തെയോ എങ്ങോ തുരുമ്പിടിച്ച് കിട്ടാനോ അതുകൊണ്ട് സെപ്റ്റിക്കായിട്ട് ആൾ മരിച്ചു. നല്ല പാട്ടുകാരനായിരുന്നു ഗണപതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ അമ്മ വിഷമത്തിലെ അമ്മയും മരിച്ചു. അങ്ങനെ 3 മരണങ്ങൾ ഏതാണ്ട് 1 വർഷക്കാലത്ത് തന്നെ ചിന്തിപ്പിച്ചു. ഇത്രയേ ഉള്ളൂ ജീവിതം, എന്തിനാ പഠിക്കണം, എന്തിനാ കഷ്ടപ്പെടുന്ന. ആ ചെറിയ മനസ്സിൽ ആ ചലനങ്ങൾ ഉണ്ടാക്കി. ആ മുതൽ ഞാൻ തേടി തുടങ്ങി. കോളേജിൽ ചെന്നപ്പോഴത്തേക്കും രാമകൃഷ്ണ പരമഹംസ, വിവേകാനന്ദ, രാജഗോപാലാചാര്യ, കുറെ ചിന്മയാനന്ദ കുറെ പുസ്തകങ്ങൾ വായിച്ചു. എന്തോ ഇതിലൊക്കെ മിസ്സിങ് ആയിട്ടുണ്ട്, എന്തോ ഒരു മിസ്സിങ് ലിങ്ക് ഉണ്ട്. എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ വിവാഹത്തിന് ശേഷം വൈഫിന്റെ മാതാജിയുടെ അനിയൻ രഘുനന്ദൻ ദാസ്, അദ്ദേഹം അതിഭയങ്കര ശിവഭക്തനായിരുന്നു. പിന്നെയാണ് ഇസ്കോണിലേക്ക് വന്ന് അതിഭയങ്കര ശിവഭക്തനായി. അദ്ദേഹം എനിക്ക് SSR എന്നൊരു പുസ്തകം വായിക്കാൻ തുടങ്ങും, സയൻസ് ഓഫ് സെൽഫ് റിയലൈസേഷൻ. അത് വായിച്ചു തുടങ്ങുമ്പോഴത്തേക്കും വൈവിധ്യമാർന്ന ഹിന്ദുമതത്തിന്റെ ഏകത്വം, നാനാത്വത്തിലെ ഏകത്വം കണ്ടു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ ആ പരമ്പരയിൽ കൂടി വേണം, അതേ അനുകരിച്ചിട്ടാണ് എനിക്ക് ആ പുസ്തകം തന്നത്. അപ്പൊ നമ്മുടെ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ടീം ഉണ്ടല്ലോ, എല്ലാവരും മേഴ്സി പാസ് ചെയ്യാണ്. അവരറിയാതെ തന്നെ മേഴ്സി പാസ് ചെയ്യാണ് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ടീം. അപ്പോ അങ്ങനെ ഇപ്പൊ എന്താ പറഞ്ഞു ബ്രോ? പരമ്പരാപ്രാപ്ത, ആ പരമ്പരയിലല്ലാതെ തത്വത്തി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേശന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശന. അപ്പൊ അതുകൊണ്ട് നമ്മൾ അടിക്കടി നമ്മൾക്കൊരു ആത്മവിചിന്തനം ചെയ്യണം. ഞാൻ എവിടെയാണ് നിൽക്കണം? ഭക്തിയില് ഗുരുമഹാരാജ് എനിക്ക് ദീക്ഷ തന്നു. മറ്റു ഭക്തന്മാരുടെ ജഗസാക്ഷി പ്രഭു, പിന്നെ ഭക്തിവിനോദ് മഹാരാജ്, ഇവരുടെയൊക്കെ കാരുണ്യം കൊണ്ട് ദീക്ഷ കിട്ടി. എത്രയോ ഭക്തന്മാരെ അതിന് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. ഇന്ദുമതി മാതായി തുടങ്ങിയ ഭക്തന്മാര്. ഞാൻ എവിടെയാണ്? ഞാൻ എത്ര പുരോഗമിച്ചു? ഞാൻ ഒരു സ്റ്റോക്ക് ടേക്കിംഗ് ചെയ്യുമ്പോൾ ഞാൻ ഏതാണ്ട് അവിടെ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. വലുതായിട്ടൊന്നും മുന്നോട്ട് പോയിട്ടില്ല. അങ്ങനെ വീട്ടിൽ ഞാൻ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഇന്നലെ ഭാഗവതത്തിലൊരു ശ്ലോകം ഗോപാൽ ഗുരു പറഞ്ഞു. അപ്പൊ ചെറിയൊരു ആശ്വാസം കൊണ്ട് തോന്നി എനിക്ക്. ജ്ഞാനപ്രയാസം തപാസ്യ നമന്ത ഏവാ ജീവന്തി സന്മുഖരിതാം ഭവതീയ വാർത്താം സ്ഥാനസ്ഥിത ശ്രുതികഥാം തനിമന്മൻമോഹോ അജിതജിതോ അസിത്രോക്യാം. ജ്ഞാനമാർഗത്തെ കണ്ടമാനം പിന്തുടരാതെ എവിടെ നിൽക്കുന്നു? സ്ഥാനസ്ഥിതോ, ഗൃഹസ്ഥനാണെങ്കിൽ ഗൃഹസ്ഥൻ, വാനപ്രസ്ഥാനി വാനപ്രസ്ഥൻ, ബ്രഹ്മചാരി wherever you are, be there. ഭഗവാന്റെ ലീലകളും കഥകളും ശ്രവണം ചെയ്യാനായിട്ട് കൂടുതൽ അവസരങ്ങൾ കണ്ടെത്തുക. അങ്ങനെ പടിപ്പടിയായി നമുക്ക് ശുദ്ധീകരണ പ്രക്രിയ താനെ വന്നുകൊള്ളും. അങ്ങനെ വരുമ്പോൾ പിടിച്ചു കെട്ടാൻ പറ്റാത്ത ഭഗവാനെ നമുക്ക് അതിന് പ്രശ്നം കെട്ടണ്ട. യശോദമായി വെരി ഹൈ ലെവലിലുള്ള ലീലയാണ്. ഭഗവാന്റെ രാധാറാണിയുടെ ഗുഡ് ബുക്സ് അല്പം കയറാനായിട്ട് ശ്രമിക്കുക. അത് മാത്രമേ നമുക്ക് ഈ ജന്മത്തിൽ ചെയ്യാൻ പറ്റൂ. സമയമായോ? പിന്നെ നമുക്ക് അപ്പൊ അതാണ് നാമത്തിന്റെ മഹാത്മ്യം. അപ്പോ അൾട്ടിമേറ്റ് സ്പിരിച്വൽ സൗണ്ട് ഈസ് കൃഷ്ണ. ഓങ്കാരമോ? ഓങ്കാരം സ്പിരിച്വൽ ആണ്. കാരണം എവിടെ നിന്നാണ് ഓങ്കാരം ഉൽപ്പത്തി ആയിരിക്കണത്? ഓങ്കാരത്തിന്റെ ഉത്ഭവം എവിടെയാണ്? എവിടെ ഓങ്കാരം ഉൽപ്പത്തിയായി? എല്ലാവരും പറഞ്ഞു യൂണിവേഴ്സിന്റെ ശബ്ദം ശരിയാണ്. അത് എവിടെ നിന്ന് വന്നു? ബ്രഹ്മാവ് തപസരിക്കായിരുന്നു, അറിയാലോ. 10,000 വർഷം എന്തോ ഇതല്ലോ, 10,000 സംവത്സരം, വർഷമല്ല സംവത്സരം, 14 സംവത്സരം തപസ്സിരുന്നു.
അങ്ങനെ താഴത്തേക്ക് പോയി മേലേക്ക് പോയി ഇല്ല ഇരുട്ട് തപ തപ എന്ന് ഒച്ച കേട്ടു. അതിന് അശരീരി ഉണ്ടായി. അദ്ദേഹം തപസ് ചെയ്തു. അങ്ങനെ 10,000 സംവത്സരം തപസ് ചെയ്തു. അപ്പോഴത്തേക്കും അവിടെ നിന്നൊരു ഓന്നൊരു നാദം കേട്ടു. എവിടെന്നാന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പുല്ലാങ്കുഴലിൽ നിന്ന് ഉണ്ടായ ശബ്ദമാണ്. ആദ്യത്തെ ശബ്ദം, പ്രപഞ്ച സൃഷ്ടിക്ക് നിദാനമായ ആദ്യത്തെ ശബ്ദം ശ്രീകൃഷ്ണ ഭഗവാന്റെ പുല്ലാങ്കുഴലിൽ നിന്ന് വന്നതാണ്. ആ ശബ്ദത്തിൽ കൂടി അദ്ദേഹത്തിന് ഗായത്രി ദീക്ഷ കിട്ടി, ചരിശ്ലോകി ഭാഗവതം കിട്ടി, സൃഷ്ടിക്കുന്നത് എങ്ങനെയാണെന്നുള്ള വിവരമൊക്കെ കിട്ടി. ഒക്കെ ഹൃദയത്തിലേക്ക് ട്രാൻസ്മിറ്റ് ആണ്. ഹൃദയത്തിലേക്കുള്ള ട്രാൻസ്മിഷൻ. അപ്പൊ അങ്ങനെ ഓങ്കാരത്തിന്റെ ഉത്ഭവം അതാണ് കൃഷ്ണൻ ഭഗവതിൽ പറയണത്. എന്താണ്? പിതാഹം അസ്യ ജഗതോ മാതാധാത പിതാമഹ വേദ്യം പവിത്രം ഓങ്കാരം ഋക്സാമയജുരേവജാം. ഓങ്കാരവും കൃഷ്ണനിൽ തന്നെ ഉണ്ടായിരിക്കുന്ന സൃഷ്ടിയുടെ കാരണമായ മൂലകാരണമായ ഓങ്കാരം. അപ്പൊ ഓങ്കാരം കൃഷ്ണനിൽ ഉണ്ടായ കാരണം കൃഷ്ണൻ ഈസ് അബ്സല്യൂട്ട്. കൃഷ്ണനാണ് സുപ്രീം. നമുക്ക് വളരെ എളുപ്പം മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ എന്താ അപ്പൊ നാമത്തിന്റെ ഇത് പറഞ്ഞു. നമുക്ക് ഏതെങ്കിലും ചോദ്യം ചോദിക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ മാത്രം പറയാം. അപ്പൊ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. കൃഷ്ണ അറിയില്ല എന്നുള്ളത് അറിയില്ല എന്ന് പറയും. ഭക്തന്മാർക്കും ഇൻവോൾവ് ചെയ്യാം. അതായത് ഡിസ്കഷൻ വളരെ പ്രധാനമാണ്. നമ്മുടെ ഭഗവത്ഗീത ആകട്ടെ, വേദങ്ങളാകട്ടെ, ഉപനിഷത്തുകളാകട്ടെ, എല്ലാം ചർച്ചയോടുകൂടിയാണ്. ഇപ്പൊ അമ്പലങ്ങളിലൊക്കെ പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. വൺ വേ ട്രാഫിക്കാണ്. ഇസ്കോണിൽ മാത്രമേ ശരിക്കും ഇതുമാതിരി ചോദ്യോത്തരവേളയോട് കൂടിയ പ്രഭാഷണം നടക്കുന്നു. നമ്മുടെ മഹാഭാഗ്യം. എല്ലാവർക്കും ചോദിക്കാം, അമ്മമാർക്കെല്ലാം ചോദിക്കാം. അറിയാവുന്ന രൂപത്തിൽ, ഇല്ലെങ്കിൽ സീനിയറായ ഭക്തന്മാരോട് ചോദിച്ചിട്ട് പറയും. ഇവിടെയാണ് ട്രെയിനിയാണ്, ഇവിടെ ഇരിക്കണം. അമ്മമാർക്കും ചോദിക്കാം. സംശയാത്മാ വിനശ്യതി ഭഗവതി പദ്ധതി. സംശയാലും നശിച്ചു പോകും. നമുക്ക് തന്നിരിക്കുന്ന വിശേഷ ബുദ്ധി ആറ്റം ബോംബ് കണ്ടുപിടിക്കാനോ റോബോട്ട് കണ്ടുപിടിക്കാനോ അല്ല. എലോൺ മസ്ക് 1000 പേരെ കയറ്റിക്കൊണ്ട് റോക്കറ്റ് വിടാൻ പോവാണ് ആകാശത്തേക്ക്. എന്നിട്ട് അത് ഒരു അരമണിക്കൂറിലെങ്ങാണ് അമേരിക്കയിൽ വിടുന്നു വെച്ചില്ലേ, അവിടുന്ന് വേറെ 1/2 മണിക്കൂർ പൊട്ടിയ 1000 പേര് കാലി. ആലോചിച്ച് നോക്കുക, 1000 പേര് എന്ത് വിഡിത്തമാണെന്ന് ആലോചിച്ചു. നമുക്ക് എല്ലാവരും ചേർന്ന് ഇവരെയൊക്കെ നമ്മള് എന്നിട്ട് കാമക്രോധ ലോകമോഹ മതമത്സരാദികളിൽ നിന്നും ഇവര് പുറത്തു വന്നിട്ടില്ല. ഇവൻ ട്രംപ് ആൾസോ. ഇത് ലോകം ഭരിക്കണത് മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യമറിയാത്ത സാധാരണ വലിയ മനുഷ്യരാണ്. ലോകത്തിന്റെ പ്രശ്നം കാരണം അതാണ്. മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യമറിയാത്ത സാധാരണ വലിയ മനുഷ്യരാണ് ഇവിടെ ഭരിക്കുന്നത്. വേറെ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. പ്രഭുപാദർ പറഞ്ഞിട്ടുണ്ട്. പ്രഭുപാദരെ കൊട്ടിയാലോ, so many small asses elect a big ass as their leader. They do not know to whom to glorify. Glorification has to be done to the Supreme Lord Krishna or his pure devotees. വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. Ignited nonsense. United Nations വെച്ച് കഴിഞ്ഞാൽ the number of flags are increasing. North Korea, South Korea, North Vietnam, South Vietnam, North East Germany, West Germany, now South India നോക്കാണ്. Where is the United Nations? It is a united nonsense. വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്, അല്ലേ? ഹരേ കൃഷ്ണ. ഇല്ല, ഞാനിത് സംസ്കൃതം പഠിച്ചിട്ടില്ലേ. സംസ്കൃതം പഠിച്ചിട്ടേ ഇല്ല, എനിക്ക് അറിയില്ല. മലയാളത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് എന്തെങ്കിലും പറയാൻ ശ്രമിക്കണം എന്ന് മാത്രമേ. സംസ്കൃത പണ്ഡിതന്മാരും ഉണ്ടെങ്കിൽ അവർ തെറ്റാണ് പഠി. നമുക്ക് ഞാൻ രക്ഷപ്പെട്ടു, കുഴപ്പമില്ല. ആ ആ അതായത് സമയം ഭഗവാന്റെ എനർജിയാണ്. കാലോസ്മി ലോകക്ഷയകൃത്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ അതിന് അവസരം കൊടുക്കുകയാണ്. അതായത് തെറ്റ് ചെയ്യുന്നവർക്കും ഉദാഹരണം പറയാം. ഒരു സ്കൂൾ കുട്ടി, തൻ്റെ ചെറിയ കുട്ടി സ്കൂളിൽ പോയി വന്നപ്പോ അമ്മ ബാഗ് പരിശോധിച്ചപ്പോൾ അതിൻ്റെ അകത്തൊരു പെൻസിൽ കിട്ടി. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി, ഞാൻ മേടിച്ചു കൊടുത്ത പെൻസിലല്ല അത്.
അവിടെ നിന്നോ അവനെ പിടിച്ചു, എടാ എവിടെ നിന്നാടാ ഈ പെൻസിൽ കിട്ടിയത്? "ആ." അങ്ങനെ അമ്മ അവനെ കൊണ്ട് പറയിപ്പിച്ചു, അടുത്തുള്ള കുട്ടിയുടെ എടുത്തതാണ്. അപ്പൊ എന്താ, നല്ല തല്ലി വെച്ചു കൊടുത്ത അമ്മ. ആ അമ്മ തല്ലിയത് അമ്മയ്ക്ക് അമ്മയുടെ മനസ്സില് സന്തോഷിക്കാനാണ്. പിന്നെ എന്തിനാ തല്ലിയത്? വാത്സല്യാതിരേകത്താൽ ആ ഒരു വാത്സല്യം എന്താണ് ദേഷ്യമായിട്ട് മാറി. കുട്ടി നാളെ വലിയ കള്ളനാവാൻ പാടില്ല, മുളയിൽ തല്ലുന്നു എന്ന് പറഞ്ഞ് അടിക്കുകയാണ്. അപ്പൊ ആദ്യം കുട്ടി ആ വേദന കൊണ്ടല്ല, അമ്മ അടിച്ച ആ ഒരു ഈഗോ ഹർട്ട് ചെയ്തു. അവനൊന്നും ഇവരെ മാറി നിൽക്കുക, അമ്മയെ അടിക്കാൻ നോക്കില്ലെങ്കിൽ അവസാനം പയ്യെ അമ്മയ്ക്ക് അറിയാം കുറച്ച് കഴിഞ്ഞാൽ ഇവൻ എൻ്റെ അടുത്ത് വരും. ഇപ്പൊ മടിയിലിരുത്തി കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും പയ്യെ അവരിങ്ങനെ ഇടയ്ക്ക് നോക്കും, അമ്മ പറയുന്നത് ശ്രദ്ധിക്കും, പയ്യെ തടവി കൊടുക്കും. ആഹാരം കഴിക്കില്ല എന്ന് പറയും. പയ്യെ അവനറിയാം എൻ്റെ അടുത്ത് വരാതെ നിർത്തില്ല എന്ന് പറയും. അങ്ങനെ ആഹാരം കഴിച്ചു തുടങ്ങും. പിന്നെ ശരിയായി. അപ്പൊ ആ ഒരു അമ്മയുടെ വാത്സല്യ ഭാവത്തിലുള്ള ദേഷ്യം വാസ്തവത്തില് ബ്ലെസ്സിങ്സ് ആണ്. അപ്പൊ ഭഗവാൻ അറിയാം എന്ത് തെറ്റ് ചെയ്തവനും എൻ്റെ അടുത്ത് തിരിച്ച് വന്നേ പറ്റില്ല, കുറച്ച് ദൂരേക്ക് ഒരു ക്യാരക്ടർ കൊടുക്കാനുള്ള കാരണം ഇവിടെ രണ്ടെണ്ണം ഉണ്ടെങ്കിലേ, ധർമ്മവും അധർമ്മവും ഉണ്ടെങ്കിലേ എന്നെ മാറ്റുന്ന ഭൗതിക ലോകം. ധർമ്മവും അധർമ്മവും ഉണ്ട്. മിക്കവാറും ഞാനടക്കമുള്ളവർ അധർമ്മികളാണ്. ധർമ്മം പൂർണ്ണമായിട്ട് ആചരിക്കുന്നവർ വളരെ കുറച്ച്. അപ്പൊ ധർമ്മവും അധർമ്മം, രാത്രി പകല്, ഉച്ചയ്ക്ക് വെളുപ്പ് കറുപ്പ്, ഈ രണ്ടും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം. കാരണം അത് ഉണ്ടെങ്കിലേ ഇവിടെ അതിന്റെ ഇടയ്ക്കാണ് അതിന്റെ അന്തസത്ത വെളിപ്പെടുന്നത്. തെറ്റും ശരിയും മനസ്സിലാക്കണ്ടേ. ഇപ്പോ രാത്രി ഇല്ലെങ്കിൽ പകലിന്റെ മാത്രം അറിയുമോ? അറിയില്ല. അങ്ങനെ തെറ്റ് ചെയ്യുന്നവർക്കും ഭഗവാൻ വാസ്തവത്തില് ഒരു ടൈം ബൗണ്ട് അല്ല. നമ്മുടെ ജീവിതത്തിലെ ഒരു 100 വയസ്സ് 50 വയസ്സ് 60 വയസ്സ് കാലയളവിൽ നമ്മളിതിന് ജഡ്ജ് ചെയ്യണം. ജന്മാന്തരങ്ങളില് ഈ ജീവാത്മാവിന്റെ ചെയ്തികളെല്ലാമുള്ള സ്റ്റോക്ക് ടേക്കിംഗ് ദൈവികന്മാർ പോലും അറിയില്ല. ദൈവികന്മാർ പോലും ഒരു ജീവാത്മാവിന്റെ ജന്മാന്തരങ്ങളിൽ ചെയ്തിട്ടുള്ള പാപങ്ങളെ പറ്റിയുള്ള അറിവില്ല. അപ്പൊ അവരുടെ ഹൃദയത്തിലും പരമാത്മാവായിട്ട് പരിലസിക്കുന്ന ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ, ക്ഷീരോദകശായ കൃഷ്ണൻ. അപ്പൊ അതുകൊണ്ട് ദേവിദേവന്മാർക്ക് ഏകപക്ഷീയമായിട്ട് ഒന്നും ചെയ്യാൻ കഴിവില്ല. ദൈവച്ച ഏവാത്ര പഞ്ചം എന്നൊരു ശ്ലോകം ഉണ്ടല്ലേ. ദ ഫിഫ്ത്ത് ഫാക്ടർ ഈസ് ദൈവം, കൃഷ്ണ. കൃഷ്ണന്റെ സാങ്ഷൻ ഇല്ലാതെ ദേവീദേവന്മാർക്കും അവരെ പൂജിക്കുന്ന ഭക്തന്മാർക്ക് ചെയ്യാനുള്ള കഴിവില്ല. ഇതാണ് ആത്യന്തികമായ ജ്ഞാനം. യസ്മിൻ ഭഗവോ വിജ്ഞാതെ യസ്മിൻ, അല്ലെ ശ്ലോകം എനിക്കറിയില്ല, യസ്മിൻ സർവവിധം വിജ്ഞാനം ഭവതി എന്നൊരു ശ്ലോകമുണ്ട് മുണ്ടകവംശത്തിൽ. യാതൊരുത്തരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സുതാര്യമായി തീരുന്നു. അതാണ് ആത്യന്തികമായ ജ്ഞാനം. കൃഷ്ണപത്നി ജ്ഞാനം. ജയ് ഏതാണ്ട് ആൻസർ പറഞ്ഞു ഒപ്പിച്ചോ ഞാൻ. അപ്പൊ ഭഗവാൻ ടൈം ബൗണ്ടല്ല. ഈ ഗീവ്സ് സബ്ജക്ട്. അതായത് വേറെ ഒരു കുട്ടി പരീക്ഷ എടുത്തിരിക്കുകയാണ്. അപ്പോ മഴ പെയ്യാണ്. അപ്പൊ ക്രിക്കറ്റ് കളി നടക്കുകയാണ്. അപ്പോ കുട്ടികളെ ഞാൻ കൂടി പരീക്ഷയ്ക്ക് തലേദിവസം ക്രിക്കറ്റ് കളിയാണെന്ന് പറഞ്ഞ് ഈ കുട്ടിയെ വിളിച്ചു. അപ്പൊ നീ നാളെ പരീക്ഷയാണ് പോരെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയുടെ ഇതിൽ കേൾക്കാതെ പോയാ പനി പിടിച്ചു, പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ആ വർഷം അങ്ങ് പോയി. ഇപ്പൊ മനസ്സിലായി. അപ്പൊ ചില സമയം പോകാൻ അങ്ങനെ ലോങ് റോപ്പ് ഇട്ട് കൊടുക്കും. നീ അങ്ങനെ നേരിട്ട് പഠിച്ചില്ലെങ്കിൽ മനസ്സിലാക്കും, അത് വരും. ഈ ഗീവ്സ് എ ലോങ് റോപ്പ്. ഇഷ്ടമില്ലാതെ സാങ്ഷൻ ചെയ്യും. ഒരു കള്ളുകുടിയനും അവൻ കുടിക്കണത് പോകാൻ ഇഷ്ടമില്ലാതെ സാങ്ഷൻ ചെയ്യണം. കാരണം ഈസ് ന്യൂട്രൽ. അതെവിടെയാ പറഞ്ഞിരിക്കുന്നത്? ഭഗവത്ഗീതയിൽ ഐ എം ന്യൂട്രൽ ടു എവരിബഡി. സമൂഹം സർവഭൂതേഷു നമേ ദ്വേഷോ സ്ഥിനപ്രിയ യെ ഭജന്തി തമാം ഭക്ത്യാ മൈ. അസി അപ്രോച്ച് മീ സോഷ്യൽ റെസിപ്രോക്കേറ്റ്. ഭഗവാൻ ഇഷ്ടപ്പെടാതെ സാങ്ഷൻ ചെയ്യണം. അവൻ എൻ്റെ അടുത്ത് വരുന്ന അറിയാം. ഈ അമ്മയുടെ അടുത്ത് കുട്ടി വന്നില്ലേ ദേഷ്യമൊക്കെ പോകാൻ മാറ്റിയിട്ടിട്ട്, കാരണം അമ്മയില്ലാതെ ശരണമില്ല. അതേമാതിരി ഭഗവാന്റെ അടുത്ത് തിരിച്ചെത്തുന്ന പോകാൻ അറിയാം. അപ്പൊ നമ്മുടെ കണക്കൂട്ടലിന്റെ ടൈം ഫ്രെയിം അല്ല അത്. അതുകൊണ്ടാണ് നമുക്ക് ചെറിയ സംശയം വരുന്നത് നമ്മുടെ ചെറിയ കാലയളവിലെ. കാരണം ഇതിന്റെ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിനാണ്. ശരി, ഹരേ കൃഷ്ണ. എന്തെങ്കിലും മനുഷ്യൻ എവിടെ പഠിച്ച പ്രഭുപാദൻ പറഞ്ഞു ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം
ഡാർവിൻ അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തില് ഒരു മിസ്സിംഗ് ലിങ്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മിസ്സിംഗ് ലിങ്ക്. ഒരു കണക്ക് ചെയ്യുമ്പോൾ ഒരു വഴി തെറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഒരു വഴി അറിഞ്ഞില്ലെങ്കിൽ മുഴുവൻ തെറ്റില്ലേ, ആൻസറിലേക്ക് വരില്ലല്ലോ. അപ്പൊ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം വെറും ഭൗതികമായ അനുമാനങ്ങളാണ്. താങ്ക് യു പ്രഭു, ഭൗതികമായ അനുമാനങ്ങളാണ്. അതേസമയം ദർ ഈസ് എ ടൈപ്പ് ഓഫ് എവല്യൂഷൻ ടേക്കിംഗ് പ്ലേസ്. അത് കോൺഷ്യസ്നെസ് ലെവലിലാണ്, അവബോധത്തിന്റെ ലെവലിലാണെന്ന് പ്രഭുപാദർ നമുക്ക് പറഞ്ഞു. പ്രഭുപാദരില്ലെങ്കിൽ ഒന്നും നമുക്ക് മനസ്സിലാവില്ലായിരുന്നു. കൃഷ്ണ കോൺഷ്യസ്നെസ് ഇസ് എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് സോൾ. ആത്മാവിൽ നിന്ന് അഭിന്നമാണ് കോൺഷ്യസ്നെസ്. ആ കോൺഷ്യസിന് ഉണ്ടാവുന്ന വ്യതിയാനം അനുസരിച്ചുള്ള ശരീരങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ജീവജാലങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ 84 ലക്ഷം ജീവരാശികൾ ഉള്ളതായിട്ട് പത്മപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ശ്ലോകം, എനിക്ക് പറഞ്ഞു വരുന്നത്. ജലജാ നവലക്ഷാണി സ്ഥാവരാ ലക്ഷവിംശതി കൃമയോ രുദ്രസിംഹ പക്ഷീണാം പക്ഷീണാം ദശലക്ഷണം ത്രിംശത് ലക്ഷാദി പശവ ചതുർലക്ഷാണി മത്സ്യങ്ങളുടെ വരും. അപ്പൊ 84 ലക്ഷം ജീവരാശികളും ഒരേ സമയമുണ്ട്. They're all existing simultaneously. കൽപ്പാന്ത കാലത്ത് സൂക്ഷ്മ രൂപത്തില് വിഷ്ണുവില് ചരണം പ്രാപിക്കുകയാണ്. വിഷ്ണുവില് നിദ്ര കൊള്ളുന്നു. പിന്നെയും കൽപ്പം തുടങ്ങിയപ്പോൾ, പുതിയ കൽപ്പം തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ അവയെല്ലാം വിസൃജാമി. ഇങ്ങനെയാണെന്നാണ് പറയണത്. ഇതെല്ലാം ശരിയാണ് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ആഹാരം എങ്ങനെ ദഹിക്കണം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ കഴിച്ച ആഹാരമേ എങ്ങനെ ദഹിക്കണം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇക്വേഷൻ, ഈ കെമിസ്ട്രിക്കാർ ഇക്വേഷൻ എഴുതുകൊണ്ട് ആഹാരം ദഹിക്കുമോ? എങ്ങനെയാ ദഹിക്കണേ? അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പജാമ്യന്നം ചതുരം. ഭഗവാന്റെ വൈശ്വാനരാഗ്നിയാണ് നമ്മുടെ ആഹാരത്തെ. അപ്പൊ ആ അഗ്നി അറിവുള്ള അഗ്നിയാണ്. എന്താണ് അറിവുള്ള അഗ്നി? ആമാശയ ഭിത്തി. മാംസം കഴിക്കുന്ന അത് ആമാശയ ഭിത്തി ദഹിക്കുന്നില്ല. അത് മാംസമാണല്ലോ, പക്ഷേ മാത്രം ദഹിക്കും. കാരണം എന്താ? അതാണ് ഭഗവാന്റെ സ്പിരിച്വൽ എനർജിയും സ്പിരിച്വൽ ആണ്, ഫുൾ അറിവോട് കൂടിയാണ്. ഇപ്പോൾ ഇനി എന്തെങ്കിലും ഞാൻ പറഞ്ഞോന്നറിയില്ല. ഡിസ്കസ്. ഡയറക്റ്റ് ആയിട്ട് സാധാരണഗതിയിൽ പ്രഭുപാദരുടെ അനുഗ്രഹപ്രകാരം നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ വന്നു, ഗുരുവിനെ സ്വീകരിച്ചു. ഗുരു എന്നെ സ്വീകരിച്ചു. ഗുരു എന്നെ സ്വീകരിച്ചു. കട്ടയിൽ കർണ എന്നെ സ്വീകരിച്ചു. യഥാശക്തി നാമജപം കുറെ സത്സംഗമൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് മൃഗശരീരത്തിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ല എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. യു മേ അഗെയിൻ ഗെറ്റ് എ ഹ്യൂമൻ ബോഡി ടു അഡ്വാൻസ് ഫർദർ. ഒരു ഭക്തന്റെ വീട്ടിലോ ഒരു യോഗിയുടെ വീട്ടിലോ എന്താണ് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് അർജുനൻ ചോദിക്കണോ, ഈ യോഗവിദ്യയില് പുരോഗമിച്ച ഒരാള് യോഗ പ്രശ്നമാണെങ്കിൽ എന്ത് സംഭവിക്കും ചോദിക്കണ്ടല്ലോ. അതിനെന്താണ് ആ ശ്ലോകം പോകുന്നത്? ശുചിനാം ശ്രീമതാഗ്രഹേ. താങ്ക് യു പ്രഭു. ശുചീനാം ശ്രീമതാഗ്രഹേ. അങ്ങനെ യോഗപ്രശ്നായ ഒരാത്മാവ് ശുചീനാം ശ്രീമതാം ഭക്തന്മാരുടെ വീട്ടില് അല്ലെങ്കിൽ യോഗികളുടെ വീട്ടിൽ പിന്നെ ജനിച്ച് അവിടുന്ന് ഫർദർ പുരോഗമിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും കൃഷ്ണൻ തരും. സംശയിക്കണ്ട, ഒട്ടും സംശയിക്കണ്ട. ഹരേ കൃഷ്ണൻ. ഒട്ടും സംശയിക്കണ്ട പ്രഭു. സംശയാത്മാവിനെ ശരി, ഒട്ടും സംശയിക്കണ്ട. അത് വിട്ടേക്ക്. നമ്മൾ അതിന് ചിന്തിക്കണ്ട. ഹി വിൽ ഡു വാട്ട് എവർ ഇറ്റ് മീൻസ്. ചിന്തയെ വേണ്ട. കൃഷ്ണ വിൽ ഡു വാട്ട് എവർ ഈസ് റിക്വയർഡ് ഫോർ us. We don't have to really worry about എപ്പം മരണം വരെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് he will do. Just be a ഫ്രീ ആയിട്ടിരിക്കുക. നിർത്താം. അമ്മമാരും ചോദിച്ചല്ലോ. അമ്മമാരും മാതാജിമാരും ചോദിച്ചു. സംശയം എനിക്കുണ്ട്. എല്ലാരും അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കണത്.
സ്വാനുഭൂതി കിട്ടിക്കഴിഞ്ഞാൽ സംശയങ്ങൾ മാറി തുടങ്ങും. സ്വാനുഭൂതി കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് സ്വാനുഭൂതിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭഗവാനെ, ഞാൻ അങ്ങനെ പിന്നെയും സംശയിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രയൊക്കെ ആയിട്ടും എന്റെ സംശയം മാറ്റാൻ ഞാനൊരു വിനുവയ ആത്മാവാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും എനിക്കൊരു കുറച്ച് സാനുഭൂതി തന്നാലേ ഭഗവാനെ, എനിക്ക് കുറച്ച് വിശ്വാസം വരുമല്ലോ അപ്പൊ പറയാം. അങ്ങനെ നേരിട്ട് പ്രാർത്ഥിക്കാം കൃഷ്ണനോട്. കൃഷ്ണൻ വളരെ പേഴ്സണലാണ്. നേരിട്ട് പ്രാർത്ഥിക്കാം. സീനിയർ അല്ല, ഞാൻ ഒരു വയസ്സില് നിങ്ങളെ കാര്യം കുറച്ച് വലുതായിരിക്കാം. പക്ഷെ അതർവൈസ് ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമ സർവേഷു ഭൂതേഷു മദ്ഭക്തി ലഭതേ പരാ. ഞാൻ എവിടെ കിടക്കണം? കൊതു വന്നാ ഉടനെ അടിച്ചു കൊല്ലുന്നില്ലേ? അലച്ചു നോക്കൂ അല്ലേ? അപ്പൊ അത് ആ സ്റ്റെപ്പിൽ എവിടെ കിടക്കണം? ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമ സർവേഷു ഭൂതേഷു മദ്ഭക്തി ലഭതേ പരാ. എവിടെയാണ് കിടക്കണേ? അലച്ചു നോക്കുക. പിന്നെ ഒന്നുകൂടി പറയാം. പറഞ്ഞിട്ട് ഞാൻ ആചരിക്കാൻ നോക്കുന്നതാണ്. റോഡിൽ പോകുമ്പോ ആരെങ്കിലും കാണുമ്പോ ഹരേ കൃഷ്ണ എന്ന് പറയും. പുതിയ ആൾക്കാർക്ക് ഹെഡ് ഓൺ ചെയ്യും. ഇപ്പോൾ പറയാമോ, കുറച്ച് അമ്പലത്തിൽ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഹരേ കൃഷ്ണ, അവര് ഹരേ കൃഷ്ണ എന്ന് പറയും, ചിരിക്കും, അവരും തൊഴും. ഞാൻ ആദ്യം തൊഴും, അവരും തൊഴും. ആ തൊഴണത് ഞാൻ സ്വീകരിച്ച് എന്റെ ഗുരുമാരാന് കൊടുക്കും. കാരണം ഇത് കണ്ടിട്ടാണ് അവർ തൊഴണത്. അല്ലാതെ എനിക്ക് യാതൊരു ക്വാളിഫിക്കേഷൻ ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ജീവിതത്തിലെ ഓരോന്നും ആരെങ്കിലും തൊഴുക, സംസ്കരിക്കുക, എന്തെങ്കിലും ചെയ്താലും ഗുരുമാരാജ്, ഇറ്റ് ഈസ് നോട്ട് ഫോർ മീ, ഇറ്റ് ഈസ് ഫോർ യു ഗുരുമാരാജ്. ഇമ്മീഡിയറ്റ്ലി അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തത്. ഇത് നമ്മൾ ശ്രമിക്കുന്നുണ്ട്, എന്നാലും അവർക്ക് മറന്നു പോകും. പിന്നെ അയ്യോ പിന്നെ അങ്ങനെ സോറി പ്ലീസ് അക്സെപ്റ്റ് നൗ അറ്റ്ലീസ്റ്റ്. അങ്ങനെ ഗുരുസ്മരണ നമുക്ക് തുടർച്ചയായിട്ട് ഉണ്ടാവാനായിട്ട് ശ്രമിക്കാം. ഹരേ കൃഷ്ണ.